Okay, പുതിയൊരു ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ക്രോസ് സെക്ഷൻ ഓഫ് ആൻ അയൺ ബീം. ഈ ഒരു അയൺ ബീമിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ പോയിന്റ് O ഒരു റെഫറൻസ് ആക്സിസ് കൺസിഡർ ചെയ്യുക. ഇത് റെഫറൻസ് ആക്സിസ് ആയിട്ട് എടുക്കുക ഈ പോയിന്റ്. എന്നിട്ട് ഇതിനെ ഫില്ല് ചെയ്യുക. ഇതിനെ കൂടെ ചേർത്തിട്ട് ഈ രണ്ട് സൈഡും മൈനസ് ചെയ്യുക. ഈ രണ്ട് സെമി സർക്കിളും മൈനസ് ചെയ്യുക. ഇതിനെ ഒരു സെമി സർക്കിൾ ആക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ റെക്ടാങ്കിളിൽ നിന്ന് ഈ രണ്ട് സെമി സർക്കിൾ മൈനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദിസ് ക്രോസ് സെക്ഷൻ ഓഫ് ദി അയൺ ബീം കിട്ടും. സോ അത് ചെയ്യാനായിട്ട് ഫസ്റ്റ് ഈ പോയിന്റ് റെഫറൻസ് ആക്സിസ് ആയിട്ട് എടുക്കുക. എന്നിട്ട് എക്സ് ബാറും വൈ ബാറും കണ്ടുപിടിച്ചിട്ട് സെൻട്രോയിഡൽ ആക്സിസ് മാർക്ക് ചെയ്യുക. സോ അത് റെഫറൻസ് ആക്സിസ് ഇതായിട്ട് എടുത്തിട്ട് എക്സ് ബാറും വൈ ബാറും കണ്ടുപിടിക്കാൻ പോവുകയാണ്. അത് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഏരിയ കണ്ടുപിടിക്കുക. സോ ഫസ്റ്റ് സെക്ഷനായിട്ട് എടുത്തേക്കുന്ന ഈ ഫുൾ റെക്ടാങ്കിൾ ആണ്. സോ ഫസ്റ്റ് സെക്ഷൻ്റെ ഏരിയ എന്താണ്? 12 ഇൻറ്റു ഈ 9 + 3 + 3 15. അതാണ് ഫസ്റ്റ് സെക്ഷൻ്റെ ഏരിയ A1. സെക്കൻഡ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു സെമി സർക്കിളാണ് എടുത്തേക്കുന്നത്. ഇത് നമ്മൾ ഫില്ല് ചെയ്തു, സെക്കൻഡ് സെക്ഷൻ ഫില്ല് ചെയ്തു, അതായത് ഇത് ചേർത്തു. എന്നിട്ട് ഈ സെമി സർക്കിളിൻ്റെ ഏരിയ എന്തുവാ? πr²/2, റേഡിയസ് 4.5 തന്നിട്ടുണ്ട്. അടുത്ത തേർഡും ഈ ഇതും ഒരു സെമി സർക്കിളായിട്ട് എടുക്കുക. അതിൻ്റെ റേഡിയസും തന്നിട്ടുണ്ട് 4.5 ആണ്. സോ πr²/2 സെയിം ഏരിയ തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി സെൻട്രോയിഡ് കണ്ടുപിടിക്കുക ഓരോ സെക്ഷൻ്റെയും. സോ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് റെക്ടാങ്കിൾ ആണ്. റെക്ടാങ്കിളിൻ്റെ സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? x1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ x1 എന്ന് പറഞ്ഞാൽ ഇത്രയും ലെങ്തിൻ്റെ പകുതി, ഇതാ ഇത്രയും വരും. സോ അതെന്ന് പറഞ്ഞാൽ എന്താ? 12/2 6 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇനി y1 എന്ന് പറഞ്ഞാൽ എന്തോ? ഇവിടെ ഇതിൻ്റെ പകുതി, ഈ ഹൈറ്റിൻ്റെ പകുതി. സോ ഇത്രയായിരിക്കും. സോ അതെന്ന് പറഞ്ഞാൽ ഇത് ഇത്രയും 15 ആണ്. സോ 15/2 7.5. സോ x1 നമുക്കറിയാം 6ഉം y1 7.5 ആണ്. സോ x1 6 എടുക്കുക, ഇവിടെ നിന്ന് 6 എടുക്കുക, ഏതാണ്ട് ഇതിൻ്റെ പകുതി വരും. y1 എന്ന് പറഞ്ഞാൽ എന്താണ്? 7.5, ഏതാണ്ട് ഇതിൻ്റെ പകുതി. സോ അത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ്, കോർഡിനേറ്റ് സിസ്റ്റത്തിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് G1 എന്ന് പറയുന്നത്. അടുത്ത് G2 കണ്ടുപിടിക്കാനായിട്ട് x2ഉം y2ഉം കണ്ടുപിടിക്കണം. സോ x2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്, ഇതിൻ്റെ സെൻട്രോയിഡ് വിത്ത് റെസ്പെക്ട് ടു x ആക്സിസ്. അത് എത്രയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെമി സർക്കിളിൻ്റെ സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ 4r/3π. 4r/3π എന്നാൽ 4 × 4.5/3π. y2 എന്ന് പറഞ്ഞാൽ എന്താണ്? y2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നിന്നുള്ള ഈ സെമി സർക്കിളിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് വിത്ത് റെസ്പെക്ട് ടു y ആക്സിസ്. അതെങ്ങനെ എടുക്കും? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 പ്ലസ് ഇതിൻ്റെ റേഡിയസ് തന്നെയാണ്, ഇത്രയായിരിക്കും അതിൻ്റെ സെൻറ്റർ. വിത്ത് റെസ്പെക്ട് ടു y ആക്സിസ് അതിൻ്റെ സെൻറ്റർ ഇത് ആയിരിക്കില്ലേ? സോ ഈ 3 പ്ലസ് ഇതിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താ? 4.5, അല്ലെങ്കിൽ ഡയമീറ്റർ /2, അതായത് 4.5. സോ 3 + 4.75 എന്ന് വരും. സോ അതെത്രയാണ്? 7.5. സോ x2 എന്ന് പറയുന്ന 1.9ഉം y2 എന്ന് പറയുന്ന 7.5ഉം. x2 എന്ന് പറയുന്ന 1.9 ഇവിടെ നിന്ന് ഇങ്ങോട്ടും വരിക്കുക. എന്നിട്ട് എത്ര? y2 എന്ന് പറയുന്നത് 7.5 എന്ന് പറയുമ്പോൾ ഏകദേശം ഇതിൻ്റെ സെൻറ്റർ തന്നെ വരും. സോ ഇവിടെ നിന്ന് മുകളിലോട്ട് 7.5 ആയിരിക്കും. സോ ഇതായിരിക്കും ഇതിൻ്റെ G2. ഈ x ആക്സിസിൽ തന്നെ ആയിരിക്കും അത് വരുന്നത്. സോ 7.5 മാർക്ക് ചെയ്ത്, അതായത് ഇതിൻ്റെ സെൻട്രോയിഡിൽ കൂടെയുള്ള ഈ ആക്സിസിൽ കൂടെ തന്നെ, ഈ x ആക്സിസിൽ കൂടെ തന്നെ ആയിരിക്കും ഈ പോയിന്റ്. സോ അത് രണ്ടും കൂടെ പോയിന്റ് G2 മാർക്ക് ചെയ്തു. ഇനി G3 മാർക്ക് ചെയ്യാൻ x3ഉം y3ഉം കണ്ടുപിടിക്കുക. x3 അതുപോലെ തന്നെ മുകളിലോട്ടുള്ള ഡിസ്റ്റൻസ്, അല്ല x3 ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. സോ ഇവിടെ നിന്ന് x3 വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇത്രയും ഡിസ്റ്റൻസ് നമുക്കറിയാം, 12 ആണ്. എന്നിട്ട് ഇവിടെ നിന്ന് ഇതിൻ്റെ സെൻട്രോയിഡ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഇതിൻ്റെ സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4r/3π ആണ്. സോ ഇവിടെ നിന്നുള്ള സെൻട്രോയിഡ് എത്രയാണ്? ഇതുവരെയുള്ള ഡിസ്റ്റൻസ്, ഇവിടെ നിന്ന് ഈ പോയിന്റ് ഓയിൽ നിന്ന് ഇതുവരെയുള്ള സെൻട്രോയിഡ് എത്രയായിരിക്കും? ഇവിടെ നിന്നുള്ള സെൻട്രോയിഡ് അറിയാം, എന്താണ്? 4r/3π. സോ ഈ 12 മൈനസ് ഈ 4r/3π ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഇതുവരെയുള്ള സെൻട്രോയിഡ് കിട്ടും x ആക്സിസിൻ്റെ. സോ x3 എന്ന് പറഞ്ഞാൽ അതാണ് 12 - 4r/3π. r എന്ന് പറഞ്ഞാൽ 3 നമുക്കറിയാം എത്ര? 4.5 ആണ്. സോ അതും കിട്ടി. ഇനി y ആക്സിസിൻ്റെ മാർക്ക് ചെയ്യുക, G3യുടെ y ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുകളിലോട്ടുള്ള G3ൻ്റെ എത്രയാണ്? ഈ 3 പ്ലസ് ഈ 9ൻ്റെ പകുതി തന്നെയാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ റേഡിയസ് 4.5 തന്നെ, അല്ല 3 + 4.5, അതൊന്ന് 7.5 തന്നെയാണ്. സോ x3 എന്ന് പറഞ്ഞാൽ എന്താണ്? 10.1ഉം y3 എന്ന് പറഞ്ഞാൽ 7.5. സോ ഇവിടെ നിന്നാണ് മാർക്ക് ചെയ്യുന്നത്. x3 10.1 എന്ന് പറയുമ്പം ഏതാണ്ട് ഇവിടെ ആയിട്ടൊക്കെ വരും. പ്ലസ് ഇനി 7.5 y ആക്സിസ് തന്നെ മുകളിലോട്ട് 7.5. ഇതായിരിക്കും കോർഡിനേറ്റിൽ ഗ്രാഫ് സിസ്റ്റത്തിൽ മാർക്ക് ചെയ്യുന്ന G3 എന്ന് പറഞ്ഞ കോർഡിനേറ്റ്. സോ G1 മാർക്ക് ചെയ്തു, G2 മാർക്ക് ചെയ്തു, G3 മാർക്ക് ചെയ്തു.
ഇനി എക്സ് ബാറും വൈ ബാറും കണ്ടുപിടിക്കാം. അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്, സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എക്സ് ബാർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? എക്സ് ബാർ ഇസിക്വൽ ടു a1x1 മൈനസ് a2x2 മൈനസ് a3x. എന്തുകൊണ്ടാണ് മൈനസ് എടുക്കുന്നത്? നമുക്ക് a1 എന്ന് പറയുന്ന ഫസ്റ്റ് സെക്ഷനിൽ നിന്ന് സെക്കൻഡ് സെക്ഷനും തേർഡ് സെക്ഷനും മൈനസ് ചെയ്യാണ് അതിൻ്റെ ഏരിയ. സോ അതുകൊണ്ടാണ് അവിടെ മൈനസ് എടുക്കുന്നത്. സോ എക്സ് ബാർ ഇസിക്വൽ a1x1 മൈനസ് a2x2 മൈനസ് a3x3 ബൈ a1 മൈനസ് a2 മൈനസ് a3. എക്സ് ബാർ എത്ര കിട്ടി? 6 എന്നും കിട്ടി. വൈ ബാർ അതുപോലെ y1 മൈനസ് y2 മൈനസ് a3 ബൈ a1 മൈനസ് a2 മൈനസ് a3. a2ഉം a3യും ഏരിയ നമുക്ക് ആവശ്യമില്ല. സെക്കൻഡ് സെക്ഷന് തേർഡ് സെക്ഷൻ്റെ ഏരിയ ആവശ്യമില്ല. സോ അതിനെ മൈനസ് ചെയ്തു. സോ വൈ ബാർ എത്ര കിട്ടി? 7.5. സോ എന്താണ്? 6 ആണ് എക്സ് ബാർ, 7.5 ആണ് വൈ ബാർ. സോ ജി മാർക്ക് ചെയ്ത്, അത് G1 തന്നെയാണ് ജി എന്ന് പറയുന്ന പോയിന്റും. ആൻഡ് അവിടെ ജി എന്ന് പറയുന്ന പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും നോക്കരുത്, സെൻട്രോയിഡൽ ആക്സിസ് മാർക്ക് ചെയ്യുക. അവിടെയാണ് നമ്മുടെ എക്സ് ആക്സിസും വൈ ആക്സിസും. സോ ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ഓക്കെ, എക്സ് ആക്സിസും വൈ ആക്സിസും മാർക്ക് ചെയ്താൽ ഇനി എന്താണ് കണ്ടുപിടിക്കുന്നത്? ഇനി മൊമെന്റ് ഓഫ് ഇനേർഷ്യ അലോങ് എക്സ് ആക്സിസും മൊമെന്റ് ഓഫ് ഇനേർഷ്യ അലോങ് വൈ ആക്സിസ് ഓഫ് ദി സെൻട്രോയിഡൽ ആക്സിസ്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ അലോങ് എക്സ് ആക്സിസ് ഓഫ് ദി സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ IG(xx) എന്നാണ് പറയുന്നത്. IG(xx) എന്ന് പറഞ്ഞാൽ ആദ്യം ഇവിടുത്തെ മൊമെന്റ് ഫസ്റ്റ് സെക്ഷൻ്റെ എന്തുവാണ്? മൊമെന്റ് ഓഫ് ദി സെൻട്രൽ ആക്സിസ് അലോങ് XX ആക്സിസ്, IG(1xx) അല്ലെങ്കിൽ IG(xx1) പ്ലസ് അവിടുത്തെ ഏരിയ ഫസ്റ്റ് സെക്ഷൻ്റെ ഏരിയ A1 ഇൻറ്റു ഈ ഫസ്റ്റ് സെക്ഷൻ്റെ പാലാക്സിസ് തിയറം പ്രകാരമുള്ള ഡിസ്റ്റൻസ്. എത്ര ഡിസ്റ്റൻസിലാണ് പാരലൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. സോ അത് കണ്ടുപിടിക്കാൻ ഫസ്റ്റ് സെക്ഷൻ്റെ XX ആക്സിസ് ആണ് കണ്ടുപിടിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ ഇതാണ്, ഇവിടെയാണ് XX ആക്സിസ്. ഫസ്റ്റ് സെക്ഷൻ്റെ XX ആക്സിസും അലോങ് സെൻട്രൽ ആക്സിസും ഫസ്റ്റ് സെക്ഷൻ്റെ G1 ആക്സിസും ഒരേ ലൈനിലാണ്, ഒരേ പോയിന്റിലാണ്. സോ അവിടെ പാരലൽ ഡിസ്റ്റൻസ് എടുക്കാനില്ല. സോ നമുക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല. അവിടെ നമ്മൾ 0 എന്ന് കിട്ടും, H1² എന്ന്. ഇനി IG(xx1) കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്നാണ് ഇത്. അലോങ് X ആക്സിസ് ആണ്. സോ B ഇൻറ്റു H(d³/12). B എന്ന് പറഞ്ഞാൽ എത്ര? 12 ഇൻറ്റു ഈ 15³ ഡിവൈഡ് ബൈ 12 പ്ലസ് അതിൻ്റെ ഏരിയ A1 നമുക്കറിയാം, ഫസ്റ്റ് സെക്ഷൻ്റെ ഏരിയ റെക്ടാങ്കിൾ 12 ഇൻറ്റു 15, അതാണ് 180 എന്ന് എഴുതിയിരിക്കുന്നത്. അടുത്ത ഇനി എന്ത് ചെയ്യണം? രണ്ട് സെമി സർക്കിളിൻ്റെ സെൻട്രോയിഡിൽ കൂടെ ഉള്ളത് മൈനസ് ചെയ്യണം. മൈനസ് ഏതാ? IG(2xx). IG(2xx) എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വിത്ത് റെസ്പെക്ട് എക്സ്. IG(2xx) എന്ന് പറഞ്ഞാൽ എങ്ങനെ എടുക്കാം? അതിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ബേസിൽ നിന്ന് പാരലലായിട്ടുള്ളതിൻ്റെ ഇക്വേഷൻ എന്താണ്? ലോങ് ഇതെന്ന് പറഞ്ഞാൽ ബേസിൽ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട്, ഇപ്പോൾ എക്സ് ആക്സിസ് ഇതിൽ പെർപെൻഡിക്കുലർ ആയിട്ടാണ് നടക്കുന്നത്. സോ ബേസിൽ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? πr⁴/8. സോ ആ ഇക്വേഷൻ ഉപയോഗിക്കുക. πr⁴/8, π ഇൻറ്റു 4.5⁴ ഡിവൈഡ് ബൈ 8. അതാണ് IG(2xx) പ്ലസ് A2 ഇൻറ്റു H2². A2 നമ്മൾ ആൾറെഡി കണ്ടുപിടിച്ച് ഈ സെമി സർക്കിളിൻ്റെ πr² ഡിവൈഡ് ബൈ 2. അതാണ് അതിൻ്റെ ആൻസറാണ് 31.79. H2 എത്രയാണ്? ഇവിടെയും എന്താണ് സംഭവിക്കുന്നത്? G2 സെയിം ലൈനിലാണ് കിടക്കുന്നത്. അതായത് G2ൻ്റെ X ആക്സിസും ജിയുടെ X ആക്സിസും സെയിം ലൈനിലാണ്. സോ H2 എന്ന് പറഞ്ഞൊരു ഡിസ്റ്റൻസ് നമുക്ക് എടുക്കാൻ ഇല്ല. സോ അത് 0 ആയിരിക്കും. സോ IG(2xx) മാത്രമേ വരത്തുള്ളൂ. ഇനി IG(3xx) എന്ന് പറഞ്ഞാൽ ഈ സെമി സർക്കിളിൻ്റെ വിത്ത് റെസ്പെക്ട് X ആക്സിസ് വെച്ചുള്ള സെൻട്രോയിഡ്. X ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് നമ്മുടെ X ആക്സിസ് അല്ലേ? ഇതാണ് X ആക്സിസ്. സോ ബേസിൽ പെർപെൻഡിക്കുലർ ആയിട്ടാണ് X ആക്സിസ് കിടക്കുന്നത്. സോ ആ ഫോമിൽ എടുക്കുക. എന്തോ πr⁴/8 സെമി സർക്കിളിൻ്റെ സെൻട്രോയിഡൽ ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ πr⁴/8. അത് തന്നെയാണ് πr⁴/8 പ്ലസ് ഏരിയ ഇൻറ്റു ഇവിടെയും ഈ സെയിം ആക്സിസിലാണ് G3 കിടക്കുന്നത്. സോ അതിന് നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ ഇല്ല. സോ ഇത് 0 ആവും. ഇവിടെ H എന്ന് പറയുന്ന സാധനം ഇല്ല. H3 വിൽ ബി ഈക്വൽ ടു 0. സോ അതുകൊണ്ട് അവിടെയും 0 മറിക്കരുത്. സോ ആൻസർ എന്ന് പറയുന്നത് IG(xx) എന്ന് പറഞ്ഞതിൻ്റെ ആൻസർ നമുക്ക് കിട്ടി 3052.94 cm/4. ഓക്കെ, ഇനി IG(yy) കണ്ടുപിടിക്കണം.